മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിഷ്ണുജിയുടെ ഭർത്താവ് പ്രബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. കെ.ടി. സ്വാലിഹ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ, ഈ പ്രതിക്കെതിരെ ഏതൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്? ആര്യ ഭർത്താവ് പ്രബിന്റെ അറസ്റ്റ് അല്പസമയം മുമ്പാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഈ യുവതിയുടെ വീട്ടുകാരുടെ പരാതിയിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. 4 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് കുട്ടിയെ മഞ്ചേരി എളങ്കൂർ സ്വദേശിയാണ് പ്രബിന്റെ വീട്ടിൽ വെച്ചാണ് മരിച്ച നിലയിൽ കണ്ടത്. വലിയ മാനസിക പീഡനം നേരിട്ടതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ആരോപിച്ച് വിഷ്ണുജയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. ഇവർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നത്. ഈ കുടുംബം പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഏതാണ്ട് പോലീസിന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രബിന്റെ കുടുംബത്തിനെതിരെയും നടപടികൾ ഉണ്ടാവും. അച്ഛൻ, അമ്മ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുക്കും. പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. നിലവിലെ ഈ യുവതിയുടെ കുടുംബം പറയുന്നതനുസരിച്ച് ഭർത്താവിന് പുറമെ ഭർതൃ വീട്ടുകാർക്കും ഈ മരണത്തിൽ പങ്കുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കുട്ടിക്ക് സൗന്ദര്യം കുറവാണ്, അതുകൊണ്ട് കൂടുതൽ സ്ത്രീധനം ആവശ്യമുണ്ട് എന്ന് പ്രബിന്റെ കുടുംബങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ മാനസികമായി വലിയ പീഡനം ഈ കുട്ടി നേരിട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഈ കുടുംബത്തിന്റെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ സുഹൃത്തുക്കൾ, മരിച്ച വിഷ്ണുജയുടെ കൂട്ടുകാരികളോടാണ് ഇക്കാര്യങ്ങളെല്ലാം പങ്കുവച്ചിട്ടുള്ളത്. അച്ഛൻ ഇക്കാര്യം അറിഞ്ഞിരുന്നു, ഇത് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. വീട്ടുകാർ തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് ശ്രമിക്കുന്നതിനിടെയാണ് മരിച്ച നിലയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടൽ ഈ കുടുംബത്തിനുണ്ട്. വിവാഹം കഴിഞ്ഞ് 1.5 വർഷം മാത്രമാണ് ആയിട്ടുള്ളൂ. 2023 മെയ്യിലാണ് ഇവരുടെ വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഏതാണ്ട് 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. കെ.ടി. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.